then eat. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുന്ന ഓടുക, അതിന് ശേഷം കഴിക്കുക. അപ്പം എല്ലാ ജീവികളും ആഹാരം കഴിക്കുന്നത് ആഹാരം തേടിയ. അപ്പം മനുഷ്യൻ മാത്രമേ ഉള്ളൂ കൃഷി ചെയ്ത് കഴിക്കുന്നുള്ളൂ. പിന്നെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളും ഉൽപ്പന്നങ്ങളും കഴിക്കുക. അതുകൊണ്ട് നമുക്ക് എക്സസൈസ് ഇല്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ റണ്ണെന്ന് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മൾ കഴിക്കുക. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ചെയ്യേണ്ട കാര്യം, കാര്യം നമ്മൾ ഒരു മൃഗമാണ് എന്ന് ഉള്ളതിന് മാറി നിൽക്കും. നമ്മൾ ചിന്തിച്ച് കളയും, എന്തോ ഒരു സ്പെഷ്യലാണ് അല്ലെന്ന. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ മറ്റ് മൃഗങ്ങളെ പോലെ തന്നെയാണ്. വെയിൽ കൊള്ളുകയും എല്ലാം വേണം. അപ്പോൾ നമ്മൾ ആരോഗ്യം പോകാനുള്ളൊരു കാരണം പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇല്ല. പിന്നെ ഇപ്പം നമുക്ക് ഒരു വേട്ടയാടുകയോ അല്ലെങ്കിൽ മരത്തെ കണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് പകരം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് റൺ ദെൻ ഈറ്റ് എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക, വെയിൽ കൊള്ളുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ കഴിവതും കഴിച്ചു തുടങ്ങുക. എന്നാൽ കെമിക്കലായിട്ട് ആഡ് ചെയ്ത ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. അപ്പം മാർക്കറ്റിലെല്ലാം ഉണ്ട് ശരിക്കും, പക്ഷെ നമ്മളത് നോക്കണ്ട. നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ടുള്ള ഫുഡാണ് ഏറ്റവും കറക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ബോഡി ഉണ്ടാവും. അപ്പോൾ ഹെൽത്തി ബോഡിക്കകത്തെ ഹെൽത്തി മൈൻഡ് നിൽക്കുകയുള്ളൂ. ബോഡി വീക്കാണെന്നുണ്ടെങ്കിൽ മൈൻഡും വീക്കാവും. കാര്യം ഇത് രണ്ടും ഒന്നാണ്, പക്ഷെ പറയുമ്പം രണ്ടായിട്ടൊക്കെ പറയുന്നതേ ഉള്ളൂ. അപ്പം നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അത് വളരെ അത്യാവശ്യമാണ് തന്നെ. പക്ഷെ നമ്മളത് വിട്ടുപോവുക. അങ്ങനെ നമ്മൾ ഒരു ആനിമൽ വേൾഡ് അല്ല എന്നുള്ള രീതിയിൽ, ആനിമൽ അല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഹോമോസാപ്പിയൻസ് എന്നാണ് നമ്മളെ പറയുന്നത്. അത് നിങ്ങൾ നെറ്റിൽ റിസർച്ച് ചെയ്താൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഹോമോസാപ്പിയൻസിൻ്റെ പ്രത്യേകത. 2 കാലയിൽ നിൽക്കുന്നു, 2 കൈകൾ ഉപയോഗിക്കാൻ സാധിക്കും, നട്ടലിനൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ നട്ടലിരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ നീക്കുക. ഓക്കെ.